തിരുവനന്തപുരം ജില്ലയിലെ സഹ്യപർവ്വത നിരകളിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1868 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. ജൈവവൈവിധ്യത്തിന്റെ കാര്യത്തിൽ ലോകപ്രശസ്തമായ ഈ പ്രദേശം യുനെസ്കോയുടെ സംരക്ഷിത വനമേഖലകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. പുരാണപ്രസിദ്ധമായ അഗസ്ത്യമുനിയുടെ തപസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ മലനിരകൾ പ്രകൃതിസ്നേഹികൾക്കും ട്രെക്കിംഗ് പ്രേമികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. വനം വകുപ്പിന്റെ കർശനമായ നിയന്ത്രണങ്ങളോടെ മാത്രമാണ് ഇവിടേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നത്. സാധാരണയായി ജനുവരി പകുതിയോടെ ആരംഭിച്ച് ഏകദേശം ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന ശിവരാത്രി മഹോത്സവത്തോട് അനുബന്ധിച്ചാണ് അഗസ്ത്യാർകൂടം ട്രെക്കിംഗ് സീസൺ വരുന്നത്. ഈ സമയത്ത് വനം വകുപ്പിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ യാത്രയ്ക്ക് അനുമതി ലഭിക്കൂ. ആരോഗ്യസ്ഥിതി ഉറപ്പുവരുത്തുന്നതിനായി അംഗീകൃത ഡോക്ടർ നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഓരോ യാത്രികനും നിർബന്ധമാണ്. വനത്തിനുള്ളിലെ ജൈവവ്യവസ്ഥയ്ക്ക് ദോഷകരമാകുന്ന പ്ലാസ്റ്റിക്, ലഹരി വസ്തുക്കൾ എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വിതുരക്കടുത്തുള്ള ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ് ഈ സാഹസിക യാത്ര ആരംഭിക്കുന്നത്. ഏകദേശം 24 കിലോമീറ്ററോളം വനത്തിലൂടെ നടന്നുവേണം കൊടുമുടിയിലെത്താൻ. ആദ്യ ദിവസം ബോണക്കാട് നിന്ന് നടന്ന് ബേസ് ക്യാമ്പായ അതിരുമലയിൽ എത്തിച്ചേരുന്നു. ഇവിടെ രാത്രി താമസിക്കാനുള്ള ഡോർമിറ്ററി സൗകര്യവും ലളിതമായ ഭക്ഷണവും ലഭ്യമാണ്. രണ്ടാം ദിവസം അതിരുമലയിൽ നിന്ന് കുത്തനെയുള്ള കയറ്റം കയറി പൊങ്കാലപ്പാറ വഴി അഗസ്ത്യാർകൂടത്തിന്റെ മുകളിലെത്താം. ഏറ്റവും മുകളിൽ അഗസ്ത്യമുനിയുടെ ഒരു ചെറിയ വിഗ്രഹമുണ്ട്. മലമുകളിൽ നിന്നുള്ള കാഴ്ചയും തണുത്ത കാറ്റും ഏത് ക്ഷീണവും മാറ്റുന്ന ഒന്നാണ്. അത്യപൂർവമായ ഔഷധസസ്യങ്ങളുടെ ഒരു കലവറ കൂടിയാണ് ഈ മലനിരകൾ. ഇതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ് ആരോഗ്യപ്പച്ച. ട്രെക്കിങ്ങിനിടെ ഭാഗ്യമുണ്ടെങ്കിൽ ആന, മ്ലാവ്, വിവിധതരം പക്ഷികൾ എന്നിവയെ കാണാൻ സാധിക്കും. മലകയറുന്നവർ നല്ല ഗ്രിപ്പുള്ള ഷൂസും ആവശ്യത്തിന് ഊർജ്ജം നൽകുന്ന ലഘുഭക്ഷണങ്ങളും കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. വനത്തിന്റെ വിശുദ്ധി നിലനിർത്തിക്കൊണ്ടുള്ള ഈ യാത്ര ശാരീരികമായും മാനസികമായും വലിയൊരു അനുഭവമാണ് ഓരോ സഞ്ചാരിക്കും നൽകുന്നത്.